നമസ്കാരം, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗപ്പികൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് കോയി ഗപ്പികൾ. പ്രത്യേകിച്ച് ആൽബിനോ കോയി ഗപ്പികൾ എന്ന് പറയുന്നത് വളരെയധികം ഇഷ്ടമാണ് ആളുകൾക്ക്. ഈ ആൽബിനോ കോയിൽ വരുന്ന എല്ലാ ഐറ്റംസും മാർക്കറ്റിൽ എപ്പോഴും നല്ല ഡിമാൻഡുള്ള ഐറ്റംസാണ് നമുക്കറിയാം. ഇന്ന് നമ്മൾ അത്തരത്തിൽപ്പെട്ട ലേറ്റസ്റ്റായി മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ള 3 വെറൈറ്റി കോയി ഗപ്പികളെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ആൽബിനോ കോയി ഷാർക്ക് സീഫിൻ, ആൽബിനോ കോയി സ്നേക്ക് സ്കിൻ ഷാർക്ക് സീഫിൻ, ആൽബിനോ കോയി സ്നേക്ക് സ്കിൻ ബ്ലാക്ക് ഷാർക്ക് സീഫിൻ. ഈ വെറൈറ്റികളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ഇതിലാദ്യം നമ്മൾ നോക്കുന്നത് ആൽബിനോ കോയി ഷാർക്ക് സീഫിനാണ്. ആൽബിനോ കോയികളിൽ 4ാമതായി ഇറങ്ങിയിട്ടുള്ള മനോഹരമായൊരു ഗപ്പിയും കോയിമാർക്ക് നല്ല രീതിയിൽ തന്നെ ഇറങ്ങുന്ന ഒരു ഐറ്റമാണ് ആൽബിനോ കോയി ഷാർക്ക് സീഫിൻ എന്ന് പറയുന്ന ഈ ഒരു ഗപ്പി. 90% കോയിമാർക്ക് വരുന്ന ഈ ഒരു ഐറ്റത്തിന് നല്ല രീതിയിൽ തന്നെ ഷാർക്ക് ഡോർസലുണ്ട്. ഏകദേശം 2.5 മാസം പ്രായമായിട്ടുള്ള F1 ബാച്ചസ് ആണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചൈനയിലെ ഏറ്റവും പ്രശസ്തമായ ഗപ്പി ബ്രീഡറായിട്ടുള്ള ഇർജിജിയുടെ ഒരു ലൈനായിട്ടുള്ള ഈ ആൽബിനോ കോയി ഷാർക്ക് സീഫിൻ എന്ന ഈ ഒരു ഫിഷ് മാർക്കറ്റിൽ ഏറ്റവും ലേറ്റസ്റ്റായി ഇറങ്ങിയിട്ടുള്ളതാണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഉള്ളത്. സെറ്റായിട്ടാണ് നമ്മളത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഷാർക്ക് സീഫിനിൻ്റെ ഒരു ഫീമെയിലും നോർമലിലെ ഒരു ഫീമെയിലും ഒരു മെയിലും ചേർത്തിട്ടാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇങ്ങനെയുള്ള റിബൺ വെറൈറ്റീസ് വാങ്ങുമ്പോഴേ അതിനോടൊപ്പം തന്നെ നോർമലായിട്ടുള്ള ഫിഷ് കൂടി വാങ്ങണം. കാരണം ഇതിൽ നിന്ന് ബ്രീഡായി ഇറങ്ങുന്ന കുട്ടികളിൽ കൂടുതലും റിബൺ മെയിൽസ് ആയിരിക്കും. മെയിൽ റിബൺ ഇറങ്ങുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകാറില്ല. റിബൺ ഉള്ളതുകൊണ്ട് തന്നെ ഇത് മെയ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്ന ടൈമിൽ റിബണുള്ള ഫീമെയിലുണ്ട്, പക്ഷേ ഇറങ്ങിയ മെയിലൊക്കെ റിബൺ ആണെങ്കിൽ ഒരു പേർ പോലും നമുക്ക് വിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ ബാച്ചിലുള്ള അതേ ടൈം പീരീഡിലുള്ള നോർമലായിട്ടുള്ള ഫീമെയിൽ ഫിഷിനെ കൂടി നമുക്ക് വാങ്ങേണ്ടതായിട്ട് വരും. റിബൺ വരുന്ന ഐറ്റത്തിന് നല്ല രീതിയിലുള്ള എയർ ക്വാളിറ്റിയും ഡോർസൽ ക്വാളിറ്റിയും ഉണ്ടാവാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് മെയ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഭക്ഷണത്തിലുള്ള ഫുൾ പ്രോട്ടീൻ കണ്ടൻറ്റ് അതിൻ്റെ ഇയറിലേക്കും ഡോർസലിലേക്കും പമ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി രണ്ടാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് ആൽബിനോ കോയി സ്നേക്ക് സ്കിൻ ഷാർക്ക് സീഫിനാണ്. ഇതിൻ്റെ മെയിലിൻ്റെ ബോഡിയിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം സ്നേക്ക് സ്കിൻ പാറ്റേൺ കാണാം. സാധാരണ ആൽബിനോ കോയി സീഫിനാണ് നമ്മൾ നേരത്തെ കണ്ട ഐറ്റം. ഇത് ആൽബിനോ വെറൈറ്റിയാണ്. ആൽബിനോയും സ്നേക്ക് സ്കിന്നും ഷാർക്ക് സീഫിനും ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഐറ്റം കൂടിയാണത്. കോയി വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ അത്യാവശ്യം അപ്ഗ്രേഡ് ചെയ്യാനും മാർക്കറ്റിൽ ഏറ്റവും പുതിയതായി എത്തിയത് കൊണ്ട് തന്നെ ബ്രീഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ സെയിൽ ചെയ്യാനും പറ്റിയൊരു ഐറ്റം കൂടിയാണ് ആൽബിനോ കോയി സ്നേക്ക് സ്കിൻ ഷാർക്ക് സീഫിൻ എന്ന് പറയുന്ന ഈ ഒരു ഗപ്പി. ചൈനീസ് ലൈനായിട്ടുള്ളൊരു വെറൈറ്റിയാണത്. നമ്മുടെ അടുത്ത് ലിമിറ്റഡ് സ്റ്റോക്കാണുള്ളത്. ട്രയോ ആയിട്ട് തന്നെയാണ് നമ്മളത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി മൂന്നാമതായി വരുന്നത് ആൽബിനോ കോയി സ്നേക്ക് സ്കിൻ ബ്ലാക്ക് ഷാർക്ക് സീഫിനാണ്. ഈ ഒരു വെറൈറ്റി തൊട്ട് മുമ്പേ നമ്മൾ കണ്ട ആൽബിനോ കോയി സ്നേക്ക് സ്കിൻ ഷാർക്ക് സീഫിൻ്റെ സെയിം ബ്ലാക്ക് ഐ വിഭാഗത്തിൽപ്പെടുന്ന മറ്റൊരു ഐറ്റമാണ്. ആൽബിനോ വെറൈറ്റീസിനെ അപേക്ഷിച്ച് ഈ ഒരു ഐറ്റത്തിന് ഇമ്മ്യൂണിറ്റി പവർ നല്ല കൂടുതലായിരിക്കും. കോയിമാർക്കും സ്നേക്ക് സ്കിന്നും സീഫിനും അതിൽ തന്നെ ബ്ലാക്ക് ഐ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഐറ്റം കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ സീഫിൻ വെറൈറ്റിക്ക് എപ്പോൾ വലുതാകുന്നതിനനുസരിച്ച് അതിൻ്റെ ഷാർക്ക് സീഫിൻ എന്ന് പറയുന്ന സംഭവം നല്ല രീതിയിൽ തന്നെ വലുതായി വരുന്നത് കാണാം. ഇത്തരം ഗപ്പികളെ സൂക്ഷിച്ച് നോക്കിയാൽ ഒരു സീഡ് ടൈപ്പ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഷാർക്കിൻ്റെ പോലുള്ളൊരു കൂർത്ത ഫിന്ന് നമുക്ക് കാണാൻ പറ്റുന്നതിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഷാർക്ക് വരുന്നൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഫുഡ് നമ്മൾ മിനിമം ഒരു 3-4 നേരമെങ്കിലും കൊടുത്തിരിക്കണം. അങ്ങനെ കൊടുത്താലാണ് ഇതിൻ്റെ ബോഡി തിക്നെസ്സും ഷാർക്ക് സീഫിനും എല്ലാം നല്ല രീതിയിൽ തന്നെ വരാനുള്ള ചാൻസ് കൂടുതലായി നമുക്ക് കിട്ടുന്നത്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മേൽപ്പറഞ്ഞ ഗപ്പികളെ പറ്റി കൂടുതൽ അറിയാനും വാങ്ങുവാനും താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ പുതിയതായി എത്തിയ മറ്റു ചില സ്ട്രെയിൻസ് കൂടി നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് സ്നേക്ക് സ്കിൻ റെഡ് കോയി, ഫ്ലെമിംഗോ റെഡ് റോസ് ഡംബോയർ, HB റെഡ് റോസ് ഡംബോയർ റിബൺ, റെഡ് ടൈഗർ ഒക്കെ നമ്മൾ ഈ ചാനലിലൂടെ പരിചയപ്പെട്ടിരുന്നു. ആ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ട് ഒന്ന് അഭിപ്രായം അറിയിക്കട്ടോ. വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബൈ.